സെക്കൻഡിനുള്ളിൽ വ്യക്തഭാവത്തിൽ നിന്നും ദൂരെയായി ഞാൻ അവ്യക്ത സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുകയാണ്. സ്വയം തന്നെ കർമ്മബന്ധനമുക്ത ആത്മാവാണെന്ന അനുഭവം ചെയ്യുന്നു. കർമാതീത ആത്മാവായി അനുഭവം ചെയ്യുന്നു. ഞാൻ കർമ്മബന്ധനത്തിൽ നിന്നും വേറിട്ടിരിക്കുകയാണ്. സ്വാർത്ഥഭാവത്തിൽ നിന്നും മുക്തമാണ്. ബന്ധനമുക്ത സേവാധാരിയാണ്. ഞാൻ പരിധിയുള്ള റോയൽ ഇച്ഛകളിൽ നിന്നും മുക്തമാകുന്നു. എൻ്റെ കഴിഞ്ഞ ജന്മങ്ങളിലെ കർമ്മക്കണക്കുകളിൽ നിന്നും ഞാൻ മുക്തമാവുകയാണ്. ഈ പഴയ ലോകത്തിൽ പഴയ അന്തിമ ശരീരത്തിൻ്റെ ഏതു പ്രകാരത്തിലുള്ള വ്യാധിയും എൻ്റെ ശ്രേഷ്ഠസ്ഥിതിയെ ചഞ്ചലമാക്കുന്നില്ല. ഞാൻ ബന്ധനമുക്ത ആത്മാവ്. സദാ സ്വചിന്തനം, ജ്ഞാനചിന്തനം, ശുഭചിന്തനത്തിലൂടെയും ഈ പഴയ ശരീരത്തിൻ്റെ വ്യാധിയുടെ പ്രകൃതിയുടെ ചിന്തനത്തിൽ നിന്നും മുക്തമാവുന്നു. ഞാൻ സർവബന്ധനങ്ങളെയും ഉപേക്ഷിക്കുന്നു. കർമാതീത സ്ഥിതിയുടെ അനുഭവം ചെയ്യുന്നു. ഞാൻ എൻ്റെ അവസ്ഥയെ പരിശോധിക്കുകയാണ്. അതിനായി ഞാൻ 3 കാര്യങ്ങളുടെ മഹിമ സദാ ഓർമ്മിക്കുന്നു. നിരാകാരനായ ബാബയ്ക്ക് സമാനം ഞാൻ പൂജ്യനായോ? ബാബയുടെ സർവഗുണങ്ങളും ഞാൻ ധാരണ ചെയ്തോ? എൻ്റെ പെരുമാറ്റം ദേവതകളെ പോലെ റോയലാണോ? ദേവതകളുടെ ആഹാര രീതി പോലെയുള്ള ഗുണങ്ങൾ എന്നിലുണ്ടോ? ഞാൻ ആത്മാവിൻ്റെ എല്ലാ ഗുണങ്ങളുടെയും സ്വരൂപമായിട്ടുണ്ടോ? ആത്മാക്കളുടെ നിവാസസ്ഥാനം ടവർ ഓഫ് സൈലൻസ് ആണ്, അഥവാ ശാന്തിയുടെ ഉയർന്ന സ്ഥാനമാണ്. ആത്മാവായ ഞാൻ അവിടെ നിന്നാണ് വന്നത്. സതോ പ്രധാനമാകുമ്പോഴാണ് തിരിച്ചു പോകുന്നത്. ഞാൻ സതോ പ്രധാന സ്ഥിതിയിൽ നിന്നും തമോ പ്രധാനമായിരിക്കുകയാണ്.
ഇനി വീണ്ടും സതോ പ്രധാനമാക്കണം. ഞാൻ സതോ പ്രധാനമാകുന്നതിനായി പുരുഷാർത്ഥം ചെയ്യുകയാണ്. മറ്റുള്ളവർക്കും വഴി പറഞ്ഞു കൊടുക്കുന്നു. ഞാനിപ്പോൾ സുകർമ്മം ചെയ്യുന്നു. കർമ്മങ്ങളുടെ ഗതിയും ബാബ ഇരുന്ന് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അഞ്ചു വികാരങ്ങൾ ശത്രുവാണ്. മോഹവും വികർമ്മമാണ്. യാതൊരു വികാരവും ചെറുതല്ല. മോഹം വെക്കുന്നതിലൂടെ ദേഹാഭിമാനത്തിൽ കുടുങ്ങുന്നു. ബാബ സർവരെയും ബ്രഹ്മകുമാരനും കുമാരിയുമാക്കുന്നു. ഞാനിപ്പോൾ കുമാരൻ കുമാരി എന്ന സ്റ്റേജിൽ നിന്നും മുകളിലേക്ക് ഉയർന്ന സ്ഥിതിയിലോട്ട് പോകാൻ പുരുഷാർത്ഥം ചെയ്യുകയാണ്. ഉയർന്ന പദവി നേടുന്നതിനായി ഞാൻ മറ്റാരുടെയും സ്മൃതി വരാതെ ശ്രദ്ധിക്കുന്നു. ഈ ശരീരത്തെ മറന്ന് അനാസക്തവും കർമാതീതവുമായി തീരണം. ഞാൻ ട്രസ്റ്റിയായിരിക്കുന്നു. രാവണനിലൂടെ വികാരി ലോകമുണ്ടാകുന്നു. രാമനായ ബാബ വന്ന് പാവനമാക്കുന്നു. ഇത് കളിയാണ്. വേശ്യാലയവും ശിവാലയവും പതിത ലോകവും പാവന ലോകവും. ആദ്യം സുഖം, പിന്നീട് ദുഃഖം. ഞാൻ എൻ്റെ അവസ്ഥയെ ശക്തിശാലിയാക്കുന്നു. മഹാവീരനാകാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. വീടും കുടുംബവും സംരക്ഷിച്ച് തീർച്ചയായും പവിത്രമാക്കണം. ഞാൻ ദേഹത്തിൻ്റെ എല്ലാ സംബന്ധങ്ങളും ബുദ്ധി കൊണ്ട് മറക്കുന്നു. ഞാനിപ്പോൾ സ്വർഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ഓർമ്മയിലിരിക്കുന്നു. ഞാൻ ബാബയുടെ ഓർമ്മയിലിരിക്കുന്നു. സന്തോഷത്തിലിരിക്കുന്നു. ബന്ധനങ്ങളെ കുറച്ചുകൊണ്ടിരിക്കുന്നു. സ്വയം ഭാരരഹിതമാക്കുന്നു. ബാബയുടെ ശ്രീമതത്തിലൂടെ ജ്ഞാനം പ്രാപ്തി ചെയ്യുന്നു. യോഗത്തിലൂടെ നിരോഗിയാകുന്നു. 21 ജന്മത്തേക്ക് ആരോഗ്യവും സമ്പത്തും സന്തോഷവും നേടുന്നു. ഒരു സെക്കൻഡിൽ മുക്തിയും ജീവൻ മുക്തിയും നേടുന്നു. സെക്കൻഡിൽ ബാബ വിശ്വത്തിന്റെ അധികാരിയാക്കുന്നു. ഞാൻ വളരെ രാജകീയമായി ശാന്തമായിരുന്ന് ഭോജനം സ്വീകരിക്കുന്നു. രാജകീയമായ ചലനവും സംസാരവും ശീലമാക്കുന്നു.
ഞാൻ എല്ലാം പഠിക്കുന്നു. നിരാകാരന്റെ മഹിമയും ദേവതകളുടെ മഹിമയെക്കുറിച്ചും പിന്നെ സ്വന്തം മഹിമയും പരിശോധിച്ചു നോക്കുന്നു. ഇപ്പോൾ ഞാൻ ബാബയുടെ ഗുണമുള്ളവനായി മാറുന്നു. അത് കഴിഞ്ഞ് ദേവതകളുടെ ഗുണമുള്ളവരായി മാറും. അതിനാൽ ഞാനിപ്പോൾ ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യുന്നു. ഞാൻ അശരീരിയായി വന്നിരുന്നു, അതുപോലെ അശരീരിയായി തിരിച്ചു പോകണം. ബാബ ഒരേ ഒരു മന്ത്രം നൽകി കഴിഞ്ഞു. എന്നെ മാത്രം ഓർമ്മിക്കൂ, പിന്നെ ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യൂ. ഗൃഹസ്ഥ വ്യവഹാരത്തിലിരുന്നു കൊണ്ടും പവിത്രമായിരിക്കൂ. ബാബ ജ്ഞാനസാഗരനാണ്. ബ്രഹ്മാവിലൂടെ എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കി തരുന്നു. ഈ പഠിത്തം രാജ്യപദവി നേടാനുള്ളതാണ്. നരനിൽ നിന്നും നാരായണനാകാനുള്ള പാഠശാലയിൽ ഞാൻ പഠിക്കുന്നു. ഗോഡ്ലി യൂണിവേഴ്സിറ്റിയാണ്. ഭഗവാൻ പഠിപ്പിക്കുന്നു. പരിധിയില്ലാത്ത അച്ഛനിൽ നിന്നും ഞാൻ പരിധിയില്ലാത്ത സമ്പത്ത് നേടുന്നു. എനിക്കിപ്പോൾ ബൃഹസ്പതി ദശയാണ്. ഞാൻ എന്തായാലും സ്വർഗത്തിൽ പോകുക തന്നെ ചെയ്യും. പിന്നെ പുരുഷാർത്ഥത്തിലൂടെ ഉയർന്ന പദവി നേടുന്നു. ഞാൻ ട്രസ്റ്റിയും അനാസക്തവുമായിരിക്കുന്നു. സ്വയം തന്നെ ദേവതകളെ പോലെ പവിത്രമാക്കി തീർക്കുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഒരേ ഒരു സ്നേഹനിധിയായ ബാബയെ ഓർമ്മിക്കുന്നു. കലിയുഗത്തിന്റെ ബന്ധനങ്ങളെ നേരിയതാക്കുന്നു. ഞാൻ സത്യയുഗി ദൈവിക സംബന്ധത്തിലേക്ക് പോവുകയാണ്. ഈ സന്തോഷത്തിലിരിക്കുന്നു. ഞാൻ ബാബയുടെ വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. പഴയ സ്വഭാവ സംസ്കാരത്തിന്റെ ഭാരത്തെ സമാപ്തമാക്കി ഡബിൾ ലൈറ്റായി കഴിയുന്ന മാലാഖയായി ഭവിക്കൂ. ഞാൻ മുഴുവൻ ഭാരവും ബാബയ്ക്ക് നൽകുന്നു. മാലാഖ എന്നാൽ എല്ലാ പഴയ കണക്കുകളും ഭസ്മമാക്കുന്നു. അല്പം പോലും രാവണന്റെ സ്വത്തുണ്ടാകരുത്. അപ്പോൾ പറയും ഡബിൾ ലൈറ്റ് മാലാഖ. ഞാൻ നിർഭയനും ഹർഷിതമുഖനുമാകുന്നു. പരിധിയില്ലാത്ത കളിയെ കാണുന്നു. അപ്പോൾ ചഞ്ചലമാകുന്നില്ല. ഓം ശാന്തി.